ശ്രീ ശ്രീ തിരുവനന്തപുരം ശ്രീ മുഹമ്മദ് ശ്രീ ഫ്രാൻസിസ് ജോർജ് ശ്രീ ജോസ് മണി ശ്രീ രഹസ് മുനിസിപ്പൽ ചെയർപേഴ്സൺ വാർഡ് മെമ്പർ രാഷ്ട്രപതി ഉൾപ്പെടെ ഈ ഗ്രൂപ്പിന്റെ ഡയറക്ടർമാർ എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സന്തോഷം. ഒരു പ്രവാസി വ്യവസായി എന്ന നിലയിൽ ജീവകാരുണ്യ പ്രവർത്തകൻ എന്നുള്ള നിലയിലൊക്കെ മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള ശ്രീ യൂസഫലിയുടെ വിജയയാത്രയിൽ ഈ ഒരു അധ്യായം കൂടി എത്തിച്ചേർക്കുന്ന ഒരു സംരംഭമായിട്ടാണ് ഞാൻ ഈ കോട്ടയത്തെ ലുലുമാളിൽ കാണുന്നത്. പ്രവാസ ലോകത്തിന് വലിയ കരുത്തായിട്ടുള്ള ജില്ലയെ പറ്റിയാണ് കോട്ടയം. അതുകൊണ്ട് തന്നെ കോട്ടയത്തിന് നിലവിലെ കൂടിയായിട്ട് മാറുന്ന ലുലുമാൾ ഇതിന് നിലവിൽ സംശയം. UAE എന്ന രാജ്യം രൂപവൽക്കരിക്കുന്നതിന് തൊട്ട് തലേന്ന് അല്ലെങ്കിൽ തൊട്ട് പിന്നാലെ ഒരു പുതുവർഷ തലേന്നാണ് ശ്രീ യൂസഫലി എന്ന 18-കാരൻ ദുബൈയിൽ കപ്പലിറങ്ങിയത് എന്നാണ് ഞാൻ വായിച്ചത്. ആ യാത്രയിൽ അദ്ദേഹത്തിന് തിരിഞ്ഞു നോക്കുന്നത് ഏതാണ്ട് 75,000-ഓളം ആളുകൾ 49-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളതാണ്. മലയാളികൾ വലിയ ശതമാനത്തിലുണ്ട്. പക്ഷേ ലോകം മുഴുവനുള്ള ആളുകൾക്ക് അദ്ദേഹം കൈത്താങ്ങായി മാറി. അങ്ങനെയുള്ള ആളുകൾക്ക് തൊഴിൽ നൽകുന്നു എന്നതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ സംഭവം. ആ നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ കഠിനാധ്വാനം, അർപ്പണ മനോഭാവം, എല്ലാവരെയും സുഹൃത്തുക്കളാക്കാൻ കഴിയുന്ന ഒരു സമീപനം. അതിലിപ്പോ ശ്രീ മുഹമ്മദ് മാത്യു അവർ പറഞ്ഞു ഒരു വലിയ മധുര പ്രതികാരം അദ്ദേഹം ഈ അടുത്ത കാലത്ത് ചെയ്തത്. ഇന്ത്യ കീഴടക്കിയ, ഇന്ത്യ ഭരിച്ച ഈസ്റ്റ് ഇന്ത്യ കമ്പനി, ആ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ 70% ഷെയർ, ഞാൻ 70% ഷെയറാണെന്ന് ഈ പട്ടത്തിൽ ബന്ധപ്പെടാറ്. ഞാനത് കൺട്രോളിംഗ് ഷെയർ എന്നുള്ളത് എനിക്കറിയാവുന്നത്. അത്രയും ഷെയർ സ്വന്തമാക്കിക്കൊണ്ട് വലിയൊരു മധുര പ്രതികാരം അദ്ദേഹം നടത്തിയിരിക്കുകയാണ്. വിദേശകാര്യമന്ത്രി, സഹമന്ത്രി എന്ന നിലയിൽ ഗൾഫ് മേഖലയുടെ ചുമതലക്കാരനായിട്ടുള്ള എനിക്ക് അവിടുത്തെ രാജകുടുംബങ്ങളിലടക്കം നമുക്ക് ഒരുപക്ഷെ ഇന്ത്യയുടെ അംബാസഡർമാർ മാത്രമല്ല, പക്ഷെ ഒരു പെർമനന്റ് അംബാസഡർ ഇന്ത്യയിൽ ശ്രീ യൂസഫലിയാണ്. ആ കാര്യത്തിൽ വിശ്വസിച്ചില്ല. കാരണം 3 കൊല്ലത്തിൽ അംബാസഡർമാർ മാറില്ല. പക്ഷേ പെർമനന്റ് അംബാസഡർ ഇന്ത്യയിലെ ശ്രീ യൂസഫലിയാണ്. മാത്രമല്ല ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഇന്ന് ശ്രീ യൂസഫലിയോളം മുന്നിട്ട് നിൽക്കുന്ന മറ്റൊരു മലയാളികൾ. കാരണം വിദേശ നാട്ടിൽ കുടുങ്ങിപ്പോയിട്ടുള്ള മലയാളികൾക്ക് ആ മലയാളിയായിട്ടുള്ള സാധാരണക്കാരന്റെ മോചനം തൊട്ട് ഇന്ന് കേരളത്തിൽ കഷ്ടത അനുഭവിക്കുന്ന ആളുകളുടെ അവർക്കുള്ള സഹായം അദ്ദേഹത്തിന്റെ കൈകളാലാണ്. ഏതെങ്കിലും ഒരു വ്യവസായി നല്ല വിജയം കൈവരിക്കുമ്പോൾ അവരുടെ സേവനം നാടിനു വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്നതായിരിക്കണം രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവരും എല്ലാവരും ശ്രമിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യം വെച്ച് വ്യവസായികളെ ആക്രമിക്കാൻ ഇറങ്ങി പുറപ്പെട്ടാൽ അതിന്റെ ഫലമായിട്ട് നാടിനാണ് അവസരങ്ങൾ നഷ്ടമാകുന്നത് എന്ന് നമ്മളെല്ലാവരും ഓർക്കേണ്ടത്. അതാണ് പ്രധാനമന്ത്രി സാധാരണ പറയാറുള്ളത്, ഗവൺമെന്റ് ഹാസ് നോ ബിസിനസ് ടു ബി ഇൻ ബിസിനസ് എന്നാണ് പ്രധാനമന്ത്രി ബിസിനസിനെ കുറിച്ച് പറയാറ്. അതുകൊണ്ട് തന്നെ ഏത് വ്യവസായങ്ങൾ തുടങ്ങാൻ ശ്രമിച്ചു കഴിഞ്ഞാലും അവരെ സമരം ചെയ്തും ഉപരോധിച്ചും പൂട്ടിക്കും ഒക്കെ ശ്രമിക്കുന്നതിന് പകരം അവർക്ക് കഴിയുന്നത്ര സഹായം ചെയ്തു നൽകി അവരുടെ ബുദ്ധിമുട്ടുകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള സമീപനമാണ് രാജ്യത്ത് എല്ലായിടത്തും ഭാരതീയ ജനതാ പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരുകൾ ചെയ്യുന്നത്. ശ്രീ യൂസഫലി ഇവിടെ കാണിച്ചു. ലക്നൌവിൽ അദ്ദേഹത്തിന്റെ മോൾ ഉദ്ഘാടനം ചെയ്തത് ശ്രീ യോഗി ആദിത്യനാഥ് നേരിട്ട് വന്നിട്ടാണ്. ഇന്ന് ലക്നൌവിൽ ഏറ്റവും വിജയകരമായിട്ട് പ്രവർത്തിക്കുന്ന മോളാണ് അക്ഷരനഗരിയിലെ ഈ മോൾ. പ്രത്യേകിച്ച് ഫ്രാൻസിസ് ജോർജ് പറഞ്ഞതുപോലെ ക്രിസ്മസ് പുതുവത്സര സമ്മാനമായിട്ട് മലയാളികൾക്ക് അല്ലെങ്കിൽ കോട്ടയംകാർക്ക് നൽകിയിട്ടുള്ള ഈ സമ്മാനം തീർച്ചയായിട്ടും ഈ പ്രദേശത്തിന്റെ പുരോഗതിക്കും വികസനത്തിനും അതോടൊപ്പം നമ്മുടെ ചെറുപ്പക്കാർക്ക് മുഴുവൻ അവർക്കൊരു മോട്ടിവേഷനും കൂടിയായിട്ട് മാറട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്മസ് നവവത്സര ആശംസകൾ നേരുന്നു. നമസ്കാരം.